സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാബൂദാൻ, അതായത് സാവല്ലരി. നോക്കൂ, ഇതാണ് സാവല്ലരി. നമ്മൾ കണ്ടില്ലേ, സാവല്ലരി കിച്ചടിയാണ്. അതായത് ഫാസ്റ്റൊക്കെയുള്ള ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെല്ലാവരും സാബൂദാൻ കിച്ചടിയാണ് കഴിക്കുക. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കിച്ചടി. നോർത്ത് ഇന്ത്യ ഒരു സ്പെഷ്യൽ ഭക്ഷണമാണ് കിച്ചടി. അത് പച്ചരി കൊണ്ടും ഉണ്ടാക്കാം. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ നല്ലതാണ്. നമ്മുടെ കഞ്ഞി പോലെയാണ് കിച്ചടി. കിച്ചടിയിൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിയിൽ ദാളൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് കിച്ചടി. അതുണ്ടാക്കണം. അതുപോലത്തെ ഒരു കിച്ചടിയാണ് ഇത് സാബൂദാൻ കൊണ്ട്. അപ്പോൾ സാബൂദാൻ നല്ലപോലെ കഴുകി സാബൂദാൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ 1 മണിക്കൂറായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് സാവല്ലരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ട് ഇനി പിന്നെ നോക്കൂ, അതിൻ്റെ പകുതി കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതതിൽ പൾസ് ചെയ്തിടണം. 1 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1 ഇഞ്ചിയുണ്ട്, പിന്നെ കറിവേപ്പില. ഇതൊക്കെ വഴറ്റണം നമുക്ക്. ആദ്യം വഴറ്റി കഴിഞ്ഞിട്ട് കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ഇടുക കേട്ടോ. ഇതിൽ എണ്ണയേക്കാളും നല്ലത് കിച്ചടിക്ക് നെയ്യാണ്. എപ്പോഴും നെയ്യ് യൂസ് ചെയ്താൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. 1 ടീസ്പൂൺ നെയ്യ് ഇട്ടു. ജീരകം, 1 നുള്ളി ജീരകം ഇട്ടു കേട്ടോ. മുളക് ഇട്ടു. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇടാം കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും ഇടാം. മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇടണം കേട്ടോ. ജീരകം പൊട്ടി എന്നിട്ട് വേണം ഇടാൻ. ഇത്ര കപ്പലണ്ടി, അതായത് ഇതുകൊണ്ട് 1 ഗ്ലാസ് സാവല്ലരി എടുത്ത് ആ ഗ്ലാസ് കപ്പലണ്ടി എടുക്കുന്നുണ്ട്. ഈ കപ്പലണ്ടി ഒന്ന് നമുക്ക് പൾസ് ചെയ്ത് എടുക്കണം കേട്ടോ. കപ്പലണ്ടി ഇതാ പൾസ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏതാണ്ട് ബ്രൗൺ കളറാവണം. ഇനി നമുക്ക് ഈ സാബൂദാൻ വെള്ളം ഒഴിച്ച് കുതിർച്ച് വെച്ചിരിക്കുന്ന സാബൂദാൻ ഇട്ടു. പിന്നെ കുറച്ച് വെക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ഉപ്പിടണം, ആവശ്യമുള്ള ഉപ്പ്. ഉപ്പിട്ടു. പിന്നെ വേവാനുള്ള വെള്ളം വേണം. ഉള്ളി വെള്ളം ഒഴിച്ചിട്ട് എണ്ണ വേണം. ഇതിനധികം വേവില്ല. സാബൂദാൻ എളുപ്പം വെന്ത് കിട്ടും. അതിന് അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഇളകും. കുറച്ച് വെള്ളം ഇളകി ഇത് നല്ല ടേസ്റ്റുള്ള കിച്ചടി ആയിരിക്കും. ഇനി ഇതിൽ കുറച്ച് ഹിംഗ് ഇടണം, അതായത് കായ, 1 നുള്ളി കായ ഇട്ടു. ഇത് എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. ഫാസ്റ്റിങ് അതായത് ഉപവാസിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാവുന്നതാണ്. ഫാസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ ലേശം മുളക് പൊടി ഇട്ടു. ആവശ്യമില്ലെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മുളക് ആവശ്യമില്ലാത്തവർ മുളക് കഴിക്കാതിരിക്കാം, കുറച്ച് മുളക് ഇട്ടാൽ മതി. കപ്പലണ്ടി പൾസ് ചെയ്ത് വെച്ച് കേട്ടോ. ഇതിലിട്ടു. കപ്പലണ്ടി ഇതിൻ്റെ സ്വാദ് കൂട്ടും, അതിനാണ് കപ്പലണ്ടി ഇട്ടത് കേട്ടോ. നിലക്കടല വറുത്ത് പൊടിച്ചത്, പൾസ് ചെയ്തെടുത്തത്. 1 ടീസ്പൂൺ തേങ്ങ, അല്ലെങ്കിൽ കൊപ്രയായാലും മതി. ഇത് ഞാൻ 1 ടീസ്പൂൺ തേങ്ങ ഇടണം കേട്ടോ. ഇതിൽ മല്ലിയുടെ ഇല നിറയെ ഇടണം. എന്നിട്ട് ഇത് ഒരു ബൗളിലാക്കി ഞാൻ കാണിച്ചു തരാം. മല്ലിയുടെ ഇല അരിഞ്ഞിട്ടു. ലെമൺ പിഴിഞ്ഞ് ഒഴിക്കട്ടെ കേട്ടോ. ചെറുനാരങ്ങ, 1 ഹാഫ് ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കണം. സാബൂദാൻ കിച്ചടി വളരെ ടേസ്റ്റാണ്. പക്ഷേ അത് വളരെയധികം സൂക്ഷിക്കേണ്ടത്, നമ്മൾ സാബൂദാനും വെള്ളവും ഒപ്പം ഒരേ ലെവലിലിടണം. അത് മാത്രമല്ല അധികം വെന്തുടയ്ക്കരുത്. ഇപ്പോൾ നമുക്ക് ഉലർന്ന് കിടക്കണം, നല്ല പോലെ ഉലർന്ന് കിടക്കണം. അത് കാരണം കൊണ്ട് എപ്പോഴും സാബൂദാൻ കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഈ സാബൂദാൻ ഒരേ ലെവലിലെ വെള്ളത്തിലിടാവും. കൂടുതൽ വെള്ളത്തിലിടരുത്, കുറച്ച് വെള്ളത്തിലിടാൻ പാടുള്ളൂ. നല്ല സ്വാദുള്ള കിച്ചടി. ഇത് ഫാസ്റ്റിനൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം, കുട്ടികൾക്കും ഉപയോഗിക്കാം, വയസ്സായവർക്കും ഉപയോഗിക്കാം. ഏത് രോഗികൾക്കും ഈ സാവല്ലരി കൊണ്ടുള്ള കിച്ചടി യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. ഈ നാളെ ഇപ്പോൾ ഏകാദശിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് ഫാസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഇത് കഴിച്ചോളൂ. വളരെ ഉത്തമമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.